ഒരു ക്ലാസ് റൂമിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. കോളേജാണ്, കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷൊരു പെൺകുട്ടിയെ അങ്ങനെ അടുത്തേക്ക് വിളിച്ചു. കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്. അവളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണമെന്ന് പറഞ്ഞു. അവള് ചോക്ക് വാങ്ങിയിട്ട് 20 ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചു. മാഷ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, അതിൽ നിന്ന് 10 ആളുകളെ മായ്ച്ചോളൂ, അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത 10 ആളുകളെ മായ്ച്ചോളൂ എന്ന് പറഞ്ഞു. അവള് വേഗം മായ്ച്ചു. ഇനി ആകെ 10 ആളേ ഉള്ളൂ. അപ്പൊ മാഷ് പറഞ്ഞു, ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത 5 ആളുകളെ കൂടി മായ്ച്ചോളൂ. അപ്പോൾ അവള് മായ്ച്ചു കളഞ്ഞു. ഇനി ആകെ 5 ആളേ ഉള്ളൂ. അപ്പൊ അവളോട് പറഞ്ഞു, ആ 5 ആളിൽ അത്ര പ്രധാനമല്ലാത്ത 2 ആളുകളെ കൂടി വെട്ടിക്കോളൂ. ഇനി 3 ആളുടെ പേര് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും 2 ആളുകളുടെ പേര് കൂടി മായ്ച്ചു. ഇനി ആകെ 3 ആളുകളേ ഉള്ളൂ. അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. അപ്പൊ മാഷ അവളോട് പറഞ്ഞു, ഇനി ആ ബോർഡിൽ ഒറ്റ ആളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ. ഒറ്റ ആളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ. 2 ആളുടെ പേര് കൂടി മായ്ച്ചു. അവൾക്ക് അറിഞ്ഞു പോയി. ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണും നിറയാൻ നിൽക്ക തുടങ്ങി. അവളുടെ കരച്ചിൽ കണ്ടിട്ടേ. അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷ് പറഞ്ഞതുകൊണ്ട് 2 ആളുടെ പേര് കൂടി മായ്ച്ചു കളഞ്ഞു. ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരാണെന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, അതെന്റെ ഭർത്താവാണ്. അപ്പൊ മാഷ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന് നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടുന്ന് മായ്ച്ചു കളഞ്ഞത്? അവള് പറഞ്ഞു, മാഷേ, എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, പ്രധാനപ്പെട്ടവരുമാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം വരും, അന്നെന്റെ കൂടെ പറയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. മരിച്ചുപോയി എന്ന് വരാം. വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും, പക്ഷെ അവരവരുടെ കൂടും തേടി പോകും. എല്ലാവരും പോകും മാഷെ, ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എന്റെ കൂടെ ഉണ്ടാവും. ആ മനുഷ്യൻ എന്റെ കൂടെ. ഇതാണ് ഈ ബന്ധം. നമ്മൾ ഒരു കാരണവശാലേ അതിനെ കേടുവരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല. ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട്, പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്.